السلام عليك أيها النبي ورحمة الله وبركاته. 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 إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. دعوهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعواهم الحمد لله رب العالمين آمين. تقبل الله. കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് നമ്മെ സ്വീകരിക്കട്ടെ. നാം ഓരോരുത്തരും ഓതിയ പരിശുദ്ധ ഖുർആൻ, ദിക്ർ, സ്വലാത്ത്, സലാം, തസ്ബീഹാത്തുകളെ ഒക്കെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുവാൻ ഈ അമലു സാലിഹാത്തുകളെ അല്ലാഹു സഹായകമാക്കുമാറാകട്ടെ. വിശിഷ്യ ഈ ചാരിറ്റി വില്ലേജിൽ ഈ നിമിഷം വരെയും നടന്ന ഇബാദാത്തു സാലിഹാത്തുകൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഖിദ്മത്തുകൾ, സാധുക്കളായ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ ഒക്കെയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു ഇതിൻ്റെ സഹായികൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെല്ലാം നെയ്യത്തുകൾ ഈ ദുആയിലും വസിയത്തിൽ ചെയ്തുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് കഴിയുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാ ഹലാലായ മുറാദുകളെയും നാഥനായ റബ്ബിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് സഫലമാക്കി കൊടുക്കട്ടെ. ആവശ്യങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാ വിഷമതകളെയും പ്രയാസങ്ങളെയും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിലും പ്രവാസ ലോകത്തിന്റെ വിവിധ കോണുകളിലുമായി വളരെയധികം വേദനയോടെ യുദ്ധ സാഹചര്യങ്ങളിൽ വല്ലാതെ കലുഷിതമായ അന്തരീക്ഷത്തിൽ മാനസികമായി തളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരുടെയും നിയാത്തുകൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും എല്ലാ പ്രതിസന്ധികളെയും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. വിശേഷ ഇന്നത്തെ ദിവസം പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്ന കുടുംബങ്ങൾ, ഈ സ്ഥാപനവുമായിട്ട് ഏറെക്കാലമായി സഹകരിക്കുന്ന സഹോദരൻ തിരുമല അബ്ദുൽ കബീർ സാഹിബ്, അതുപോലെ ശ്രീകാര്യ സുധീർ സാഹിബ്, അവരുടെയൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധു, അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ മരണപ്പെട്ടു പോയ സഹോദരന്റെ മകളുടെ ഭർത്താവ് പള്ളിപ്പുറം സൽമാൻ എന്ന സഹോദരന്റെ പിതാവ് അബ്ദുൽ ജബ്ബാർ സാഹിബ് മരണപ്പെട്ടിട്ട് 40 ദിവസം പൂർത്തിയാവുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ റഹംഹു. ആ പിതാവിന് അല്ലാഹു സ്വർഗം നസീബാക്കട്ടെ. പരലോകം ധന്യമായ സജ്ജനങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നാളത്തെ വിജയികൾ അല്ലാഹു ആ പിതാവിനെയും കുടുംബാദികളെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. ആ പിതാവിന് വേണ്ടി അവർ ചെയ്ത എന്തെല്ലാം നന്മകളുണ്ടോ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, ഹദിയകൾ, സ്വതക്കകൾ ഒക്കെയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വിശേഷ ഈ സ്ഥാപനത്തിന് നൽകിയ സഹായങ്ങളെ അല്ലാഹു കബൂൽ ചെയ്ത ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ മറ്റ് നിയ്യത്തുകൾ എന്തെല്ലാം മനസ്സിൽ കരുതിയോ അതിനെ ഒക്കെ റഹ്മാനായ റബ്ബ് പരിപൂർണ അർത്ഥത്തിൽ സഫലമാക്കി കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ഹൈറും ബറക്കത്തും അല്ലാഹു ജീവിതത്തിൽ ഉടനീളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വെഞ്ഞാറമൂട് മാണിക്കൽ സ്വദേശിയും ഒരുപാട് കാലമായി സ്ഥാപനത്തിന്റെ സ്നേഹിതനും ഒക്കെയായ ദിലീപ് ഖാന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധു കന്യാകുളങ്ങര ജിഹാസ് എന്നവരുടെ മരണപ്പെട്ടു പോയ പിതാവ് അബ്ദുൽ നാസർ സാഹിബ്, ആ നാസർ സാഹിബിന്റെ മരണത്തിന്റെ 5ാമത്തെ ആണ്ടാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിനെയും പ്രകാശപൂരിതമാക്കട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ 4 ഖതമുകൾ ആ കുടുംബം പാരായണം ചെയ്ത
അതിൻ്റെയും മിസ്ലിൽ സവാബ്, ആ നിയ്യത്തിന്റെ പ്രതിഫലവും അള്ളാഹു ആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളുടെയും ഒരു വിഹിതം ആ ഖബറിലേക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. സ്വർഗാവകാശികൾ അള്ളാഹു ഈ കുടുംബത്തിനെയും ആ മരണപ്പെട്ടു പോയ പിതാവിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ സ്ഥാപനത്തിന്റെ ഏറെക്കാലമായുള്ള സഹായിയായിട്ടുള്ള എൻ്റെ ബന്ധു കൂടിയായ സഹോദരൻ മുഹമ്മദ് അൽ അമീൻ, അദ്ദേഹത്തിനെയും കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികളായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും നിയ്യത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വിശേഷിച്ച് അദ്ദേഹത്തിന്റെ വീടും താമസവും ഒക്കെയായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ, വിഷമങ്ങൾ, രോഗാവസ്ഥകൾ, ഭാര്യയുടെ രോഗാവസ്ഥ ഒക്കെയും അള്ളാഹു ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപൂർണമായ ആഫിയത്തിൽ അള്ളാഹു എത്തിക്കുമാറാകട്ടെ. ശൈത്താനീയത്തിന്റെ, ജിന്നിയാത്തിന്റെ എല്ലാ പൈശാചിക സാന്നിധ്യങ്ങൾ, ഉപദ്രവങ്ങൾ കാരണമുള്ള എന്തെല്ലാം വിഷമതകളാണ് അവർ അനുഭവിക്കുന്നത്, റഹ്മാൻ റഹീമായ റബ്ബേ, ഈ സ്ഥാപനത്തിലെ സാധുക്കളായ മക്കളുടെ ബർക്കത്ത് കൊണ്ട്, അവരോട് നിനക്കുള്ള കരുണയുടെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ അവരുടെ എല്ലാ വേദനകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് ഈ സ്ഥാപനത്തിലെ അവസാന നിയ്യത്തായി വന്ന ഈ സ്ഥാപനത്തിലെ ഈ ദുആഇന്റെ മജ്ലിസിലെ ഈ പങ്കാളിത്തം അത്ഭുതകരമായ ഒരു ശാന്തിയുടെ വഴി നീ അവർക്ക് തുറന്നു കൊടുക്കണം റഹ്മാനെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അവരുടെ ജീവിതത്തിലുടനീളം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അതുപോലെ ഒരുപാട് നാളായി നമ്മുടെ സ്ഥാപനത്തിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന വാളക്കാട് മോഡൽ ബ്രെഡ് നടത്തുന്ന സജിൻ എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് എല്ലാവിധ ഖൈറും ഉയർച്ചയും അല്ലാഹു നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖബർ ജീവിതം അല്ലാഹു സ്വർഗീയ ആരാമങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തുമാറാകട്ടെ. ആ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്കും മറ്റുമെല്ലാം നല്ല ശാരീരിക സുഖവും സമാധാനവും നൽകട്ടെ, ഖൈറ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ നിയ്യത്തുകളെ എല്ലാം അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറിന്റെ അഹ്ലുകാരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വന്നുപോയ ചെമ്പഴന്തി ജുമൈല ബിവി എന്ന സഹോദരി, അതുപോലെ നസീമ ബിവി, അവരുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഇരുവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. മുഅ്മിനീങ്ങളോടൊപ്പം അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ അള്ളാഹു പെടുത്തട്ടെ. നാളെ പാരത്രിക ലോകത്തെ വിജയികളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ ഇതിന്റെ തുടക്കകാലം മുതൽ എല്ലാ മാസവും ചെറിയൊരു ഹദിയ മാസവരിയായി തരുന്ന പേരൂർക്കട സബൂറ എന്ന സഹോദരി, അവരുടെ മാതാവ് നഫീസ ബീവി മരണപ്പെട്ടിട്ട് ഒരാണ്ട് കൂടെ തികയാണ്. എല്ലാ ദിവസത്തെയും ദുആയിൽ ഔമ്മയെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അവരുടെ ഖബറിനെ അല്ലാഹു പ്രകാശം കൊണ്ട് നിറയ്ക്കട്ടെ. ആ മകൾ അവർക്ക് വേണ്ടി ചെയ്ത നന്മയെ ഈ ഹദി അല്ലാഹു സ്വീകരിച്ച് വലിയ പ്രതിഫലമുള്ള ജാരിയായ സ്വതക്കയിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തിരുവനന്തപുരം അലിഫ് എന്ന സഹോദരന്റെ പെങ്ങൾ അർഷി പ്രഗ്നന്റ് ആണ്. സ്വാലിഹായ ഒരു സന്താനത്തിന് ലഭിക്കാനും സുഖപ്രസവത്തിനും വേണ്ടിയിട്ട് നിയ്യത്ത് ചെയ്ത കാര്യം അല്ലാഹു കബൂൽ ചെയ്യണം റഹ്മാനെ. ആ സഹോദരിയുടെ മനസ്സിന്റെ എല്ലാ അങ്കലാപ്പും മാറ്റി റാഹത്തായി സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വാലിഹായ ഒരു കുഞ്ഞിന്റെ ജന്മം നൽകാനുള്ള വഴികളെ അവസരം നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. എല്ലാ ആശങ്കകളും, ശാരീരികമായ തളർച്ചയും തകർച്ചയും എല്ലാത്തിൽ നിന്ന് നീ പരിപൂർണമായി കാത്ത് രക്ഷിക്കുകയും ചെയ്യണം റഹ്മാനെ. അതുപോലെ എല്ലാ മാസവും നമുക്ക് മാസവരി തരാറുള്ള കരുനാഗപ്പള്ളി വന്ദന എംപോറിയം ഷാജഹാൻ സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിനെ കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ഖൈറിന്റെ അഹ്ലുകാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെ ഈ സ്ഥാപനത്തിനെ പരിചയപ്പെടുത്തിയ സുലൈമാൻ സാഹിബ്, MSSന്റെ പ്രതിനിധിയായ സുലൈമാൻ സാഹിബിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. സന്തോഷകരമായ ജീവിതം അവർക്കും നമുക്കുമൊക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ എപ്പോഴും നമുക്ക് മാസവരിയൊക്കെ തന്ന് സഹായിക്കാറുള്ള ആലുവ അഷ്റഫ് സാഹിബും അദ്ദേഹത്തിന്റെ ദുബൈയിൽ കഴിയുന്ന മകൻ, അവിടെ സംരംഭങ്ങളെ, ജീവിത വഴികളെ അല്ലാഹു ബറക്കത്തിലാക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ വിഷമതകളെയും പ്രയാസങ്ങളെയും റഹ്മാനായ റബ്ബ് ദൂരീകരിച്ചു കൊടുക്കട്ടെ. പ്രതിസന്ധികൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. വരുമാന മാർഗങ്ങളെ അല്ലാഹു ബറക്കത്തിലാക്കട്ടെ, ഐശ്വര്യത്തിലാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് സഹായങ്ങൾ എപ്പോഴും ചെയ്യാറുള്ള കല്ലറ അനസ് എന്ന സഹോദരൻ, അല്ലാഹു അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ മാതാവ്, കുടുംബാദികൾ, ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഹൈറ് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ സംരംഭങ്ങളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. വരുമാന മാർഗ്ഗങ്ങളിൽ അല്ലാഹു ഉയർച്ച കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ പ്രവാസ നാട്ടിലെ സംരംഭങ്ങളെ അല്ലാഹു ഉയർച്ചയിലും വളർച്ചയിലുമാക്കട്ടെ. അദ്ദേഹത്തിന്റെ നിയ്യത്തുകളെയൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റാഫ് കുക്കായിട്ടുള്ള സഹോദരൻ മുഹമ്മദ് സിയാദ് ഒരുപാട് വിഷമകരമായി ശാരീരികമായ മാനസികമായിട്ട് അസ്വസ്ഥതയിലും ആരോഗ്യ പ്രതിസന്ധിയിലുമാണ്. 15 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആരോഗ്യ പ്രതിസന്ധി വീണ്ടും മടങ്ങിയെത്തിയ
വിഷമത്തിലായി ചികിത്സയിലേക്ക് പോയ സഹോദരനെ പരിപൂർണമായ ശിഫയിലേക്ക് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. ഇതേവരെയും ജോലി ചെയ്തതുപോലെ ആരോഗ്യത്തോടെ ജോലി ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും റഹ്മാനായ റബ്ബ് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ മറ്റൊരു സ്റ്റാഫായിട്ടുള്ള സുലൈമാൻ എന്ന സഹോദരന്റെ പിതാവ് ഫാറൂഖ് സാഹിബ് രോഗബാധിതനായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സർജറി കഴിഞ്ഞ് വീട്ടിലേക്കെത്തി പരിപൂർണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. വിഷമങ്ങൾ അല്ലാഹു മാറ്റട്ടെ. ആഫിയത്തും ആരോഗ്യവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖൈർ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഒരു സഹോദരി ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായിട്ടുള്ള ഒരുപാട് വിഷമതകളിൽ ഒരുപാട് വേദനകളൊക്കെ അനുഭവിച്ചിട്ട് ചികിത്സ തേടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സഹോദരിയുടെ രോഗങ്ങളെ ഒക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. മാനസികമായി വല്ലാതെ അസ്വാസ്ഥ്യം ബാധിച്ച് ഉള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ച് ഒരു ചികിത്സയും ഫലപ്പെടാതെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് എല്ലാ അർത്ഥത്തിലും നിരാശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സഹോദരിയുടെ മകളുടെ വിഷയങ്ങളെ മുഴുവനും അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ശരീരത്തിൽ ബാധിച്ചേക്കുന്ന എല്ലാ രോഗാവസ്ഥകൾ, കാലിന്റെ മുറിവും എന്താണ് ബാധിച്ചേക്കുന്നത് അറിയാത്ത അവസ്ഥയിലുള്ള പ്രതിസന്ധികളെ ഒക്കെ അല്ലാഹു മാറ്റി പരിപൂർണമായി ശിഫ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപൂർണമായ ശിഫ അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്കും നമുക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വെമ്പായം സജി എന്ന സഹോദരി അല്ലാഹു അവർക്ക് ശരീരത്തിന് സുഖം കൊടുക്കട്ടെ. അവരുടെ മകന്റെ പഠനത്തിൽ നല്ല പുരോഗതി അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ഉയർച്ചയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മുക്കുന്നം അബ്ദുൽ അസീസ് സാഹിബ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ നൽകട്ടെ. സ്വർഗാവകാശികൾ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഹേൽ അല്ലാഹു പെടുത്തുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ ആയൂർ കാരാളിക്കോണത്ത് പ്രവർത്തിക്കുന്ന ബ്രാഞ്ച് സ്ഥാപനത്തിന്റെ സ്ഥല സൗകര്യം നമുക്ക് നൽകിയ ഡോക്ടർ സോഫിയ ബാനുവിന്റെ മകളുടെ ജോലിയിൽ അല്ലാഹു ഉയർച്ചയും പുരോഗതിയും ബറക്കത്തും നൽകുമാറാകട്ടെ. ആ സഹോദരിയും അവരുടെ ഭർത്താവ് അവരുടെ ജോലിയിലൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. പുതിയ സ്ഥലത്തേക്ക് മാവേലിക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ജോലിയിലും അല്ലാഹു ഐശ്വര്യവും ഖൈറും നൽകുമാറാകട്ടെ. അതുപോലെ കൊച്ചുമക്കളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ നല്ല പുരോഗതിയും ഉയർച്ചയും അല്ലാഹു നൽകുമാറാകട്ടെ. മറ്റ് നെയ്യത്തുകൾ എന്തെല്ലാം മനസ്സിൽ കരുതിയിട്ടുണ്ട് അതിനേക്ക് അല്ലാഹു സഫലമാക്കട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും ബറക്കാത്തുകളും അല്ലാഹു നൽകട്ടെ. ഈ സ്ഥാപനത്തിന്റെ ഈ ചാരിറ്റി വില്ലേജ് എന്ന ഈ സംരംഭം ഇതേവരെ എത്തുമ്പോഴും ചെറുതും വലുതുമായ ഒരുപാട് സഹായങ്ങൾ നൽകിയ, ഒരുപാട് സംഭാവനകൾ നൽകിയ, ശാരീരികമായി മാനസികമായി സാമ്പത്തികമായിട്ടൊക്കെ ഇതിനെ പിന്തുണച്ച ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും നിയ്യത്തുകൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവാസികൾ സഹോദരൻ നിജാമുദ്ദീൻ നദ്വി ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ടിട്ടുള്ള അവിടെ സ്കൂൾ സംരംഭം ഒക്കെ അല്ലാഹു വിജയത്തിലാക്കുമാറാകട്ടെ. പ്രവാസ നാട്ടിൽ പ്രത്യേകിച്ച് യുഎഇയിലും മറ്റുമൊക്കെയുള്ളവർ വളരെയധികം യുദ്ധത്തിന്റെ കാലുഷ്യത്തിൽ ഭയാശങ്കയിലും വളരെയധികം ഭീഷണിയിലും കഴിയുമ്പോൾ അതിന്റെ എല്ലാ ഭീഷണികളിൽ നിന്നും ഈ സാധുക്കളുടെ എല്ലാ സ്ഥാപനങ്ങളെ വരുമാന വഴികളെ അല്ലാഹു സുരക്ഷിതമാക്കി കബൂൽ ചെയ്യട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ പ്രത്യേകം നിയ്യത്ത് ചെയ്ത ദുആ വസിയത്തൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് വന്നു ചേർന്നിട്ടുള്ള വെഞ്ഞാറമൂട് നെടുങ്കാണി സ്വദേശിയായ സഹോദരൻ മുഹമ്മദ് ഷിബു, അദ്ദേഹത്തിന്റെ കുടുംബാദികൾ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഒക്കെയും അല്ലാഹു ഖൈർ ചെയ്യട്ടെ. അല്ലാഹു എല്ലാവിധ ബറക്കത്തും കൊടുക്കട്ടെ. രോഗബാധിതനും അസ്വസ്ഥതയും ഒക്കെ കഴിയുന്ന പിതാവിന്റെ രോഗത്തിന് അല്ലാഹു ശിഫ കൊടുക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ. സഹോദരിയുടെ ശാരീരികമായ അസ്വസ്ഥതകൾക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ. എല്ലാത്തിലും ഉപരിയായി മാതാവിന്റെ സഹോദരി ബുദ്ധിമുട്ടിൽ കഴിയുന്ന, ആരോഗ്യ പ്രതിസന്ധിയും മാനസികമായ ബുദ്ധിമുട്ടും ഒക്കെയായി കഴിയുന്ന ആ മാതാവിന് അല്ലാഹു ശിഫ കൊടുക്കട്ടെ. അവരുടെ മനസ്സിലുള്ള നെയ്യത്ത്, ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് കരുതിയിട്ടുള്ള ആ നെയ്യത്തിനെ അല്ലാഹു പരിപൂർണ അർത്ഥത്തിൽ കബൂൽ ചെയ്യട്ടെ, വിജയിപ്പിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇതുപോലെ ദുആഇന്റെ, ദിക്റിന്റെ, സ്വലാത്തിന്റെ മജ്ലിസുകൾ കൊണ്ട് ധന്യമാകുന്ന സംരംഭമായി ആ മണ്ണിനെയും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. എല്ലാവരുടെയും നിയ്യത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് മനസ്സിൽ കരുതിക്കൊള്ളുക. ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട രണ്ട് കാര്യം കൂടി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് നാളുകളായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും അറിയുന്നതും സഹകരിക്കുന്നതും ഒക്കെയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹനീയമായ ഫള് കൊണ്ട് ഇതേപോലെയുള്ള ദുആഇന്റെ മജ്ലിസ്, അതേപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ജുമുഅ ജമാഅത്ത് നമസ്കാരങ്ങളൊക്കെ നല്ല നിലയിൽ റാഹത്തായി നിർവഹിക്കുവാൻ, പടച്ചറബിന് സുജൂദ് ചെയ്യാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഭവനം, ഒരു മെഡിറ്റേഷൻ സെന്റർ ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിലായി അതിന്റെ അവസാന നിർമ്മാണത്തിലാണുള്ളത്.
3 നിലകളായിട്ടാണ് അതിൻ്റെ പൂർണ്ണമായ സ്ട്രക്ചർ, അതിൻ്റെ ഡിസൈൻ ഉള്ളത്. ഒന്നാമത് നമ്മളിപ്പോൾ കാണുന്ന നിലയിൽ പുരുഷന്മാർക്കുള്ള സൗകര്യമാണ് പ്രധാനമായിട്ടും. മറ്റൊന്ന് അതിനുള്ളിൽ ഇതുപോലെ മജ്ലിസാണ്. രണ്ടാമത്തെ നിലയിൽ സഹോദരിമാർക്ക് നമസ്കരിക്കാനും വന്നാൽ ദീനിയായ കാര്യങ്ങളിൽ ബന്ധപ്പെടാനുമുള്ള സൗകര്യമാണ്. മൂന്നാമത്തെ നിലയിൽ ദീനിയായ ഒരു ദറസാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഇത്തരത്തിലുള്ള ദീനീ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ ഓരോ മഹല്ലുകളിലും പള്ളികളിലും നിർവഹിക്കുവാൻ യോഗ്യരായ ഇമാമിയങ്ങളെയും പള്ളി പരിപാലകരെയൊക്കെ വാർത്തെടുക്കുക എന്ന നിയ്യത്തിലായിട്ടുള്ള ഒരു ദറസാണ്. ഇൻഷാ അല്ലാഹ് അത് പൂർത്തിയാകണം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള ചെറിയ സഹായങ്ങളിലൂടെ, വല്ലാത്ത കറാമത്തിലൂടെയാണ് ഈ സ്ഥാപനം ഇതുവരെയും പ്രവർത്തിച്ചെത്തിയത്. ഇതുവരെയും ഇതിന് ഏകമായ ഒരു സ്പോൺസറോ പ്രത്യേകമായ ഏതെങ്കിലും വലിയ സമ്പന്നരുടെ സഹായമോ ഇതേവരെയും ഉണ്ടായിട്ടില്ല. ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ് ഇതുവരെയുള്ള ഇതിൻ്റെ സഹായികളായി നിന്നത്. നിങ്ങളൊക്കെ തരുന്ന തുച്ഛമായ സഹായങ്ങൾ വലിയ ബർക്കത്തും മനസ്സറിഞ്ഞ് തരുന്നത് കൊണ്ട് തന്നെ അതിൽ അല്ലാഹു വലിയ ഐശ്വര്യം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ട് ഇവിടെ വരുന്നവരുണ്ടാകും, ഇന്ന് ആദ്യമായി സ്ഥാപനത്തിൽ എത്തിയവരുണ്ടാകും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്നും ഈ സ്ഥാപനത്തിൽ കാണുന്ന സേവന പ്രവർത്തനങ്ങൾ കേരളത്തിലല്ല ഇന്ത്യ രാജ്യത്ത് ആദ്യമായി പ്രഥമമായി ചുവടുവെപ്പ് ഈ പ്രസ്ഥാനത്തിലൂടെയാണ് ഉണ്ടായത്. ഇന്ന് കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇതിനെ തുടർന്ന് കാണുന്ന ഇതുപോലെയുള്ള ഏത് സ്ഥാപനമുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ വലിയ ഫضل കൊണ്ട് ഇതിൽ നിന്നുമുള്ള പ്രചോദനയും മാതൃകയും ഉൾക്കൊണ്ടുകൊണ്ട് തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ വന്നോ അതിൻ്റെ എല്ലാം പ്രതിഫലം ഇതിൻ്റെ സഹായികളായ എല്ലാവർക്കും അള്ളാഹു തരും. കാരുണ്യവാനായ റബ്ബിൻ്റെ ഫضل കൊണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരാളെ കമ്മീഷൻ കൊടുത്തോ അല്ലാതെ പിരിവിനോ ഒന്നും ഏൽപ്പിച്ച് ആരെയും വീട്ടുപിടിക്കലോ കടകളിലോ ഒന്നും എത്താറില്ല. ഒരുപാട് വർഷങ്ങളായി ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ എത്തുന്ന നിങ്ങൾ ഓരോരുത്തരുടെയൊക്കെ മനസ്സുകളിലൂടെ, നിങ്ങളുടെയൊക്കെ വീടുകളിലെ കുടുംബങ്ങളിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുന്ന ചടങ്ങുകളും ദുആയും പരിപാടികളുമൊക്കെ ഇവിടേക്ക് ഇതേപോലെ ഇന്ന് തന്നെ എത്തിയ 2-3 കുടുംബങ്ങളുടെ ആണ്ടും 40 ദുആയും ഒക്കെയാണ്. ഇങ്ങനെയൊക്കെ വരുന്നവരുടെ ഹദിയകൾ കൊണ്ടൊക്കെയാണ് ഈ സ്ഥാപനം ഇങ്ങനെ മുന്നോട്ട് പോകുക. ഇവിടുത്തെ അന്തേവാസികളെന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ്. നമുക്ക് മുമ്പിൽ മഗ്‌രിബിന് ബാങ്ക് കൊടുത്ത സഹോദരൻ ഉൾപ്പെടെ നമസ്കരിക്കാൻ നമ്മളോ പുറകിലുള്ളവരുൾപ്പെടെ ആരും നിസ്കാരം നിർബന്ധമുള്ളവരല്ല. മാനസികമായി ബലഹീനത അനുഭവിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് അവരുടെ പഴയകാല ജീവിതത്തിൽ നിന്നൊക്കെ അവർ മാറി അത്ഭുതകരമായ മാറ്റമെന്നവരുടെ നാടും സമൂഹവും പറയുന്ന മാറ്റമൊക്കെ മാറി പടച്ചവൻ്റെ പ്രത്യേക കൃപ കൊണ്ട് അവർ നമ്മളോടൊപ്പം ജീവിക്കാൻ പതുക്കെ പതുക്കെ ചുവട് വെച്ച് തുടങ്ങുകയാണ്. അവരെ പറ്റുന്നത് പോലെ ഒളവ് ചെയ്ത് വൃത്തിയാക്കി നമസ്കരിക്കാനൊക്കെ കൊണ്ടുവരും. എന്തുകൊണ്ട് കൊണ്ടുവരുന്നെന്നാൽ ആ സാധുക്കളോടൊപ്പമുള്ള സാന്നിധ്യവും ദുആയുമാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെയും ഇതുവരെയുള്ള പല ആളുകളുടെയും അത്ഭുതകരമായ അനുഭവം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ വളരെയധികം ദീനിൻ്റെ മാർഗത്തിൽ ഒരുപാട് സേവനം ചെയ്ത വലിയ സ്വഹാബിയാണ് മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല. മഹാനായ സ്വഹാബി വര്യൻ ഒരിക്കൽ പരിശുദ്ധ ദീനിൻ്റെ പ്രതാപത്തിൻ്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിനോട് അടുക്കുന്ന കാലം പരിശുദ്ധ ദീൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ട് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം വന്നപ്പോൾ സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ ഒരിക്കൽ അറിയാതെ തൻ്റെ മനസ്സിൻ്റെ ആത്മഗതം സന്തോഷം കൊണ്ടും പ്രതീക്ഷ കൊണ്ടുമൊക്കെ പുതിയൊരാളോട് പറഞ്ഞു, ഞങ്ങളെപ്പോലുള്ള ആളുകളുടെയൊക്കെ പരിശ്രമം കൊണ്ടാണ് ഈ ദീൻ ഇന്ന് ഇതുപോലെ എത്തിയത്, നമ്മളൊക്കെ ഇതേപോലെ എത്തിയത് എന്ന് പെട്ടെന്ന് പറഞ്ഞുപോയി. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അറേബ്യയിലെ പ്രതാപശാലിയാണ്, വലിയ സമ്പന്നനാണ്, വലിയ പ്രമാണിത്വമുള്ള കുടുംബത്തിലെ അംഗമാണ്, വലിയ ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ്. നമ്മുടെ സമൂഹത്തിലും പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഏതൊരു ദീനീ സ്ഥാപനങ്ങളും സംരംഭങ്ങളും പൊതുപ്രവർത്തനങ്ങളൊക്കെ എടുത്താലും ചില ആളുകൾക്കൊക്കെ ദൗർബല്യത്തിൻ്റെ പൈശാചിക സ്വാധീനത്തിൻ്റെ ഒരു ചിന്ത വരും. ഞങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ നടന്നുപോയത്, ഞങ്ങളുടെ സഹായം കിട്ടിയത് കൊണ്ടാണ് ഇതിവിടം വരെ എത്തിയത്, ഇങ്ങനെയൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. ഇങ്ങനെ ഒരു വാക്ക് സഅദ് ബിൻ അബീ വഖാസ് തങ്ങളിൽ നിന്നും അറിയാതെ വന്നുപോയി. ഈ വിവരം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ അറിഞ്ഞു. നബി തങ്ങൾ സഅദ് റളിയല്ലാഹു തആല അടുക്കലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, സഅദേ, നീ പറഞ്ഞ കാര്യം നിന്റെ മനസ്സിൽ അതൊരു ശരിയായിരിക്കാം, എന്നാൽ യാഥാർത്ഥ്യം അങ്ങനല്ല കേട്ടോ. സഅദേ, നിനക്കറിയുമോ, ഇന്നകും ലതുൻസറൂന വതുർസഖൂന ഇല്ലാ ബിളുഅഫാഇക്കും. നിങ്ങൾ ഇതുവരെ കഴിച്ച ഭക്ഷണമുണ്ട്, നിങ്ങൾ രാവിലെ ഉണർന്ന് നിങ്ങൾ വൈകുന്നേരം എത്തുന്നതിന് നിങ്ങൾ കഴിച്ച ഓരോ ഉരുള ഭക്ഷണം, അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ജീവിത സൗഭാഗ്യങ്ങൾ
ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് നീ വിചാരിക്കുന്നു നിങ്ങളുടെ കുടുംബവും പ്രതാപവും പ്രമാണിത്വവും കൊണ്ടാണെങ്കിൽ അതല്ല കേട്ടോ. ഇല്ലാ ബിദുഅഫായിക്കും, നിങ്ങൾക്കിടയിലുള്ള ബലഹീനരായ, ദുർബലരായ, കഴിവില്ലാത്ത, എല്ലാത്തിനും സഹായം വേണ്ട ആളുകൾക്ക് നിങ്ങൾ കൊടുത്ത സഹായത്തിന്റെ വണ്ണ വലിപ്പം അനുസരിച്ച് അതിന്റെ തോത് നോക്കിയിട്ട് ഉടയ തമ്പുരാൻ നിങ്ങൾക്ക് നൽകിയ കൃപ കൊണ്ട് മാത്രമാണ് നിങ്ങൾ കഴിക്കുന്ന അന്നം പോലും നിങ്ങളുടെ മുമ്പിലെത്തും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കയ്യിൽ ഒരുപാട് ഉണ്ട് എന്ന് ധരിച്ച മനുഷ്യർ, കോടാനുകോടികളുടെ സൗകര്യമുള്ള മനുഷ്യർ, ഒരു 2 മാസം മുമ്പ് ആഹാരം കിട്ടാതെ സിറ്റിയിൽ വട്ടം തിരിഞ്ഞ അവസ്ഥ നമ്മൾ കണ്ടു. ഗ്രാമപ്രദേശങ്ങളിലെ സുന്ദരമായ ഗ്രാമാന്തരീക്ഷങ്ങളെല്ലാം കളഞ്ഞ് വലിയ ഫ്ലാറ്റിലേക്ക് താമസം മാറിയവർ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത കോലത്തിലെത്തി. കയ്യിൽ പണമുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അന്തരീക്ഷത്തിലേക്ക് ലോകം എത്തപ്പെട്ടു. ഒരു യുദ്ധം ദുനിയാവ് മുഴുവനും ഫസാദിലാക്കി, ഫിത്നയിലാക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ, നാടിന്റെ അന്തരീക്ഷം, രാഷ്ട്രീയ സാമൂഹിക സാഹചര്യമൊക്കെ എങ്ങനെയൊക്കെ മാറാൻ പോകുന്നു പ്രവചിക്കാൻ കഴിയാത്ത കോലത്തിലാണ്. അതിഭയാനകമായ ഒരു ദുരന്തത്തിന്റെ കാലമാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിന്റെ തിരുവചനങ്ങളുടെ പ്രവചനങ്ങളുടെയൊക്കെ അനാവരണം നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ കടന്നു പോകുന്ന 2026, വരാൻ പോകുന്ന 2027 വർഷം ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അതിഭയാനകമായ ഭീഷണിയുടെ, ഉന്മൂലനത്തിന്റെ, ദുരന്തങ്ങളുടെ ഒരു കാലമായി പോകാനാണ് സാധ്യത. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അതുപോലെ തന്നെ. ഇൻഷാ അല്ലാഹ് ഒരു 4-5 വർഷം കൂടി അള്ളാഹു ആഫിയത്തോടെ നമുക്ക് ദീർഘായുസ് തന്നാൽ ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ പരിശുദ്ധ ദീനിലേക്ക് ലോകം മടങ്ങി വരും. ലോകം നാനാഭാഗങ്ങൾ ഇസ്ലാമിക സമൂഹത്തിലേക്ക് മടങ്ങി വരും. ഇൻഷാ അല്ലാഹ് ലോകം ഒരു പ്രതാപത്തിലേക്ക്, മുസ്ലിം ഉമ്മത്തിന്റെ പ്രതാപമുള്ള ഒരു കാലത്തിലേക്ക് നമ്മളൊക്കെ വരും. അള്ളാഹു അതിനുള്ള തൗഫീഖ് തരട്ടെ. ആഖിർ സമാനിന്റെ വലിയ ഫിത്നയിലാണ് നമ്മൾ, വലിയ ഫസാദിലാണുള്ളത്. ദജ്ജാലിന്റെ ഫിത്നയുടെ കാലത്തിലാണുള്ളത്. ആ ദജ്ജാലിസമാണ് അധികാരത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഭയപ്പെടുത്തുന്ന അധികാരികളിലൂടെയൊക്കെ നാം കാണുന്നതൊക്കെ ദജ്ജാലിസമാണ്. അവർ മുമ്പിലേക്ക് വെക്കുന്ന സുഖങ്ങൾ ദലാലത്തിന്റെ, നരകത്തിന്റെ സുഖങ്ങളാണ്. നമുക്ക് മുമ്പിൽ തെളിയുന്ന ദുഃഖങ്ങൾ യഥാർത്ഥ സ്വർഗത്തിന്റെ ഇമാമുൽ മഹദിയിലേക്ക് ചെന്നു ചേരുന്ന യഥാർത്ഥ സജ്ജനങ്ങളുടെ വഴിയാണ്. ചെറിയ വിഷമങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ താൽക്കാലിക സുഖങ്ങളും സന്തോഷങ്ങളും കിട്ടുന്ന വഴിയിലേക്ക് മാറിപ്പോകാതെ അടിയുറച്ച് വിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ നിലകൊള്ളുവാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പിടിച്ചു നിന്ന് പോവുക, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക. ഇത്തരത്തിലുള്ള ദുർബലരായ മനുഷ്യർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന സഹായങ്ങളും അവരുടെയൊക്കെ ദുആയാണ്. അള്ളാഹുവിന്റെ ദുആകളിൽ എപ്പോഴും നമുക്ക് പങ്കാളിത്തം തരട്ടെ. കൊച്ചുമക്കൾ, വയോധികരായ വൃദ്ധജനങ്ങൾ, മാനസികമായും ശാരീരികമായും ദുർബലത അനുഭവിക്കുന്നവർ, ഇവരുടെയൊക്കെ ആമീനുകൾ, ദുആകൾ വലിയ അസറുള്ളതാണ്, പ്രതിഫലനമുള്ളതാണ്. ആ ദുആഇന്റെ സദസ്സാണ് എല്ലാ ദിവസവും ഇവിടെ നടക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാ ദുആയിലും നിയ്യത്ത് മനസ്സിലുണ്ട്. എപ്പോഴും എല്ലാവരുടെയും അള്ളാഹു നിങ്ങളെല്ലാവരെയും എല്ലാ ദുആയിലും അള്ളാഹു പങ്കാളികളാക്കട്ടെ. നിങ്ങളിൽ ഓരോരുത്തരും നമ്മുടെ വീടുകൾ, കുടുംബങ്ങളൊക്കെയായി ബന്ധപ്പെട്ട പല ഫംഗ്ഷനുകളും വരുമ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അത്തരം പരിപാടികളൊക്കെ ഈ സ്ഥാപനത്തിലേക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ചെലവ് നടന്നു പോകും. നമ്മൾ നിലവിലെ സാഹചര്യത്തിൽ വലിയ ഒരു സാമ്പത്തികമായ കടുത്ത പ്രതിസന്ധി നേരിട്ട് കൊണ്ടുപോവുക. ഒരു ദിവസം 30,000 രൂപയോളം ഈ സ്ഥാപനത്തിൽ ചെലവാണ്. 1 രൂപയും ഫീസോ സഹായമോ പ്രത്യേകിച്ച് തരാൻ കഴിയുന്ന അന്തേവാസികളല്ല ഇവിടെയുള്ളൂ. തെരുവ് ജീവിതത്തിൽ നിന്ന് വരുന്നവരാണ്. ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കാൻ ആരുമില്ലാത്തവരാണ്. തീർത്തും അനാഥരാണ്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അഭൗതിക സഹായം കൊണ്ട് നടന്നു പോകലാണ്. നമ്മുടെയൊക്കെ വീടുകൾ, കുടുംബങ്ങളിലൊക്കെ പല ഫംഗ്ഷനുകൾ ഉണ്ടാകും. അതൊക്കെ ഇവിടേക്ക് മാറ്റിയാൽ വലിയൊരു സഹായമാവും. അതുപോലെ മാസവരിയായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓഫീസിൽ ഈ ഒരു ചാർട്ട് ഉണ്ടാവും. അത് വാങ്ങിയിട്ട് മാസവരിയായിട്ട് എന്തെങ്കിലും കഴിയുമെങ്കിൽ ഇതിനകത്ത് QR കോഡ് അവിടുത്തെ നോട്ടീസിലുണ്ട്. എന്തെങ്കിലും മാസവരി ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ, ഇത്രയൊന്നൊന്നുമില്ല, നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണോ കഴിയുന്നത്, ഗൂഗിൾ പേ ഉണ്ടാവും. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ ഒരു സഹായമാകും. അതുപോലെ വർഷത്തിലൊരിക്കൽ എളുപ്പമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ, എല്ലാ കുടുംബങ്ങളിലും ഒരു വർഷത്തിലൊരിക്കൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, സന്തോഷമോ ദുഃഖമോ ഒക്കെയായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ആൾക്കൂട്ടമുള്ള ഒരു പരിപാടി നമ്മൾ തീരുമാനിക്കാറ്. ഒരു 50 രൂപയെങ്കിലും മിനിമം ചിലവാണ്. ആ ചിലവ് അത്രയേ ആവൂല. ഇവിടേക്ക് ആ ഒരു ദിവസത്തെ ചിലവ്, വർഷത്തിലെ ഒരു ദിവസം, നമ്മുടെയൊക്കെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളുണ്ടാവും, അത് അറിയിച്ച് ബുക്ക് ചെയ്ത് വെക്കാമെങ്കിൽ
അങ്ങനെ ഒരു കലണ്ടർ തയ്യാറാക്കി 365 ദിവസത്തെ കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുപോകാം എന്ന് നിയത്ത് ചെയ്ത് അതിൻ്റെ ഒരു പരിശ്രമം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ബന്ധങ്ങളിലും നമ്മുടെയൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വർഷത്തിലെ അങ്ങനെ ഒരു ദിവസം നമുക്ക് ഏറ്റെടുക്കാം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മുമ്പിൽ ഞാൻ പറഞ്ഞ നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ഭവനം ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ജൂലൈ 9-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം അസർ നമസ്കാരാനന്തരം വഖഫ് ചെയ്ത് ഔദ്യോഗികമായ ഇബാദത്ത് ആരംഭിക്കുകയാണ്. എല്ലാവരും ആ പരിപാടിയിൽ സംബന്ധിക്കണം. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ അഭിമന്യരായ പ്രസിഡന്റ്, അറിയപ്പെടുന്ന സൂഫി വര്യൻ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ ഉസ്താദ്, തെക്കൻ കേരളത്തിലെ ഒരുപാട് പണ്ഡിത പ്രഭുക്കളുടെ ഉസ്താദായിട്ടുള്ള ബഹുമാന്യരായ ഉസ്താദ് അവറുകളാണ് അത് ഇൻഷാ അല്ലാഹ് ഔദ്യോഗികമായി വഖഫ് ചെയ്യുക എന്ന് പ്രധാനപ്പെട്ട പലരും പങ്കെടുക്കുന്നുണ്ടാകും. വലിയ പ്രത്യേക പബ്ലിസിറ്റിയുള്ള പരിപാടിയൊന്നുമല്ല, ദീനീയായ മജ്‌ലിസാണ് പ്രധാനമായിട്ട് നടക്കുക. കഴിയുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കുക, സംബന്ധിക്കുക. അതിനു മുമ്പായി അതിൻ്റെ നിർമ്മാണ കാര്യങ്ങൾ ഇനിയും പൂർത്തിയാക്കാൻ ഇനിയും വലിയ ഒരു സാമ്പത്തികം ആവശ്യമുണ്ട്. ഏകദേശം 7 ലക്ഷം രൂപയോളമുള്ള അത്യാവശ്യം ചിലവുകൾ ഈ നിലവിൽ കാണുന്ന ആ കാര്യം ഒന്ന് വൃത്തിയാക്കിയെടുക്കാൻ 7 രൂപ കൂടി വേണം. 2.5 രൂപയാണ് കയ്യിലുള്ളത്. ഇനി ഈ പറഞ്ഞ ആ അത്യാവശ്യമുള്ള വർക്ക് തീർക്കാൻ ഒരു 4.5 രൂപയുടെ കുറവുകളുണ്ട്. 4 ലക്ഷം രൂപ കൂടെ വേണം. നമ്മുടെയൊക്കെ അറിവിലും ബന്ധത്തിലുമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നവരുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഭവനം, പള്ളി നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന വഖഫ് ചെയ്യപ്പെടുന്ന ആ പുണ്യമായ സംരംഭത്തിലേക്ക് ജാരിയായ നിലയിൽ കഴിയുന്ന സദഖകൾ, സഹായങ്ങളൊക്കെ എത്തിക്കുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. നമ്മുടെ പേരുകളൊക്കെ വായിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ നിയ്യത്തുകളൊക്കെ പടച്ചവന്റെ മുമ്പിൽ വ്യക്തമാണ്. ഓരോരുത്തരും അവരുടെ നിയ്യത്തുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ആമീൻ പറയും. ഇൻഷാ അല്ലാഹ് ദുആ കഴിഞ്ഞാലുടൻ ബാങ്ക് വിളിക്കും, ഉടൻ തന്നെ നമസ്കാരവും നടക്കും. ദുആ കഴിഞ്ഞാലുടൻ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ മറയുടെ പുറകിൽ ഉള്ള സൗകര്യം അവിടെ ഒതു ചെയ്യാം, അല്ലെങ്കിൽ തൊട്ട് താഴെ ഒരു പൈപ്പുണ്ട്, അവിടെ ഒതു ചെയ്ത് ഉടൻ തന്നെ വരിക. നമസ്കാരം കഴിഞ്ഞ് എല്ലാവർക്കും ഒരുക്കിയിട്ടുള്ള നമ്മുടെ സ്ഥാപനത്തിന്റെ ക്യാൻറ്റീനിൽ ഒരുക്കിയിട്ടുള്ള ഭക്ഷണം കൂടെ കഴിച്ചിട്ട് എല്ലാവരും പിരിയാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تعرنا رؤيته وأوردنا حوضه المورود واحشرنا غدا في زمرته تحت ظل لوائه المعقود. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في كل أمورنا خصوصا في اجتماعنا هذا
بركة ورحمة وسلامة تامة يا راحم المساكين. اللهم بارك لنا في كل أمورنا خصوصا فيما أعطيتنا، وبارك لنا فيما تعطينا، وارزقنا خير الدنيا وخير الآخرة، واصرف عنا شر الدنيا وشر الآخرة. اللهم سلمنا وسلم أهلنا وسلم كل من تعلقوا بنا من كل آفات الدارين، وارزقنا وإياهم من سعادات الدارين. اللهم اشف أمراضنا وأمراض أهالينا وأمراض مرضانا وأمراض كل من أوصانا بالدعاء، الأمراض الظاهرية والباطنية والروحانية والجسمانية وسائر أمراض التافهة التي تضل العلم والعبادة وإشاعتها يا خير الناصرين يا شافي الأمراض. അർഹമുറഹീമായ ദയാലുവായ അല്ലാഹ്, സ്നേഹനിധിയായ റഹ്മാനെ, കാരുണ്യത്തിന്റെ കേദാരമായ റബ്ബേ, സാധുക്കളായ ഈ അടിമകൾ നിന്റെ മുമ്പിലേക്ക്, നിന്റെ ദർബാറിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ്. പാപികളായി പോയി റബ്ബേ, ദോഷികളായി പോയി അല്ലാഹ്. പൈശാചികതയുടെ പ്രേരണ കൊണ്ട് ഈ ദുനിയാവിലെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും ഇന്നേ വരെയുള്ള ജീവിതത്തിൽ ഒട്ടേറെ തെറ്റുകൾ കുറ്റങ്ങൾ സംഭവിച്ചു പോയ സാധുക്കളാണല്ലാഹ്. പടച്ചവനെ, ആ പാപം നോക്കി, പാപികളെന്ന് നോക്കി ഞങ്ങളെ മാറ്റി നിർത്തല്ല അല്ലാഹ്. ഞങ്ങള് ബലഹീനരാണ് റബ്ബേ, ഞങ്ങള് ബലഹീനരാണല്ലാ. അല്ലാഹുവേ, ഈ സാധുക്കളായ ഞങ്ങളോട് നീ കരുണ കാണിക്കണം റബ്ബേ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. ശിഷ്ടകാല ജീവിതം നീ ആരോഗ്യത്തോടെ ആഫിയത്തോടെ നീ ബാക്കിയാക്കണം അല്ലാ. പടച്ചവനെ, ഇന്നേ വരെയുള്ള ജീവിതത്തിൽ നിന്നെ അനുസരിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തവരാണ് റബ്ബേ. ഒരുപാട് നമസ്കാരങ്ങൾ ഖളാക്കിയവരാണ് റബ്ബേ. ഒരുപാട് ഫർളുകളെ വീഴ്ച വരുത്തിയവരാണ് റബ്ബേ. ഒരുപാട് നോമ്പുകളെ പാഴാക്കിയവരാണ് റബ്ബേ. നിന്റെ വിധിവിലക്കുകളെ മാനിക്കാതെ ജീവിച്ചവരാണെന്നാ. പടച്ചവനെ, കുറച്ചു കാലം കൂടി ആഫിയത്തോടെ ആരോഗ്യത്തോടെ പടച്ചവനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നീ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണം അല്ലാ. നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ, നിന്റെ വഴിയിലൂടെ നടക്കാൻ, നിന്നിലേക്ക് അടുക്കാൻ, നിന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം ദുനിയാവിലും ആഖിറത്തിലും ചെന്ന് ചേരാൻ നീ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ചാരിറ്റി വില്ലേജ് എന്ന ഈ സാധുക്കളുടെ സ്ഥാപനം പടച്ചവനെ ഇന്നേ വരെ നിന്റെ അഭൗതികമായ സഹായം കൊണ്ട് അത്ഭുതകരമായി നീ തന്നെ നടത്തിയ സ്ഥാപനമാണ് റബ്ബേ. ഇന്നേ വരെ നിന്റെ അടിമകളെ നീ ഏൽപ്പിച്ചവരല്ലല്ലോ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഇഷ്ടദാസന്മാരുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തിരഞ്ഞെടുത്തവരാൽ നീ ഇന്നേ വരെ ഖാദിമീങ്ങളായി സാധുക്കളെ കൊണ്ട് നടത്തിയതാണല്ലോ റബ്ബേ. പടച്ചവനെ, ഇനിയും ഖിയാമത്ത് വരെയും ഈ സംരംഭത്തിന് വേണ്ടി സ്വപ്നം കണ്ട സർവമാന പദ്ധതികളും കണ്ണടച്ചു തുറക്കും വേഗത്തിൽ പൂർത്തിയായി പടച്ചവനെ, നിന്റെ ദീനിനു വേണ്ടി, ഉമ്മത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, നാടിനു വേണ്ടി ഉപകരിക്കുന്ന ഒരു സേവന ഗ്രാമമായി, ഒരു സേവനത്തിന്റെ നാടായി സംരംഭത്തിന് നീ വളർത്തണേ അല്ലാ, വികസിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, നിന്റെ ഹബീബിന്റെ പരിശുദ്ധ മദീന ത്വയ്യിബയിലെ മസ്ജിദുൻ നബവിയുടെ മനോഹരമായ മാതൃക ആഗ്രഹിച്ചുകൊണ്ട്, നിന്റെ ഹബീബ് സ്വപ്നം കണ്ട സേവനത്തിന്റെ മസ്ജിദുൻ നബവിയുടെ മാതൃക ആഗ്രഹിച്ചുകൊണ്ട് പടച്ചവനെ സ്ഥാപിക്കപ്പെട്ട ഈ മഹൽ സംരംഭത്തിനെ ലോകോത്തരം നീ വളർത്തണം അല്ലാ. പടച്ചവനെ, ഉമ്മത്തിന്റെ മാതൃകാ കേന്ദ്രമാക്കണേ അല്ലാ. ഇന്നേ വരെ ഏതെല്ലാം രൂപത്തിലൂടെ, ഒരു വാക്കുകൊണ്ട്, ഒരു നോക്കുകൊണ്ട്, ഒരു നല്ല മനസ്സുകൊണ്ട് എന്തെല്ലാം അർത്ഥത്തിൽ സഹായിച്ചാരെല്ലാം ഉണ്ടോ, നീ ദുനിയാവിൽ ആഖിറത്തിൽ അവരെ സഹായിക്കണേ അല്ലാ. ഇവിടെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ, രോഗങ്ങളെ മാറ്റണേ അല്ലാ, പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണം റബ്ബേ. എല്ലാ വേദനകളും നീ അറിയുന്നവനാണല്ലോ റബ്ബേ. വിശിഷ്യ ഇന്നത്തെ ദിവസവും ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിൽ കൊണ്ട് ദുആഇന്റെ വസിയത്തോടെ ഈ സ്ഥാപനത്തിലെ ഈ സാധുക്കളുടെ മജ്‌ലിസിലേക്ക് വന്നവരുണ്ട് റബ്ബേ. ഇവിടെ ഇരിക്കുന്നവരുണ്ടല്ലോ, പ്രവാസ ലോകങ്ങൾ ഉൾപ്പെടെ വിദൂരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ദുആഇൽ പ്രതീക്ഷയോടെ കഴിയുന്നവരുണ്ട് റബ്ബേ. എല്ലാവരുടെയും മനസ്സിന്റെ തേട്ടത്തിന് അറിയുന്ന അല്ലാഹ്, സമാധാനം
കൊടുക്കണം റബ്ബേ, ശാന്തി കൊടുക്കണം റഹ്മാനെ, നീ സമാധാനം കൊടുക്കണം അല്ലാ. പടച്ചവനെ, എന്തെല്ലാം തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന ആരെല്ലാം ഉണ്ടോ ഒക്കെ നീ പരിഹരിക്കണം റബ്ബേ. വ്യക്തി ജീവിതം, കുടുംബ ജീവിതം, ഉപജീവനം, തൊഴിൽ മേഖല, വരുമാനമാർഗം, ജോലി, സംരംഭങ്ങൾ, ഉപജീവന പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെയായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷമതകൾ അനുഭവിക്കുന്ന ആരെല്ലാം ഉണ്ടോ നിന്റെ പ്രത്യേകമായ കരുണ നൽകണം അല്ലാ. കരുണ ചൊരിയണം റബ്ബേ, നിന്റെ കാവൽ നൽകണേ അല്ലാ. പടച്ചവനെ, ഈ പ്രസ്ഥാനത്തിന് ഇന്നേ വരെ എത്തപ്പെടുന്ന വഴിവരെയും സഹായിച്ച പലരുമുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഈ നിമിഷം വരെ ഇവിടെ എത്തിച്ചേർന്ന ആരെല്ലാം ഉണ്ടോ അവർക്ക് നീ എല്ലാ അർത്ഥത്തിലും വിജയം കൊടുക്കണം റബ്ബേ. നീ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ അവരുടെ ജീവിതം നീ ബാക്കിയാക്കണം അല്ലാ. പടച്ചവനെ, ഇതിന്റെ സഹായികളായവരെ നിലനിർത്തണം റബ്ബേ, ഇതിന്റെ സഹകാരികളായി നിലനിർത്തണം അല്ലാ. പടച്ചവനെ, ഇന്നത്തെ ദുആഇന്റെ ലിസ്റ്റിൽ വായിക്കപ്പെട്ട ഒട്ടേറെ ആവശ്യങ്ങളുണ്ട് റബ്ബേ. ആ ആവശ്യങ്ങളൊക്കെയും അതിനപ്പുറവും അവരുടെ മനസ്സിന്റെ ഉള്ളറകളെ കൃത്യമായി അറിയുന്ന അല്ലാ, ഒക്കെ നീ സഫലമാക്കി കൊടുക്കണം റബ്ബേ. കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, കച്ചവടങ്ങളും വിവിധങ്ങളായ ഉപജീവന മാർഗങ്ങളും ബന്ധപ്പെട്ട് കഴിയുന്നവർ ഇന്ന് വലിയ തകർച്ചയുടെ ഭീഷണിയിലാണ് റബ്ബേ. വിശിഷ്യ പ്രവാസ ലോകത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കള്, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അവരുടെ വേദനകൾക്ക് നീ പരിഹാരം കാണണേ അല്ലാ. അക്രമത്തിന്റെ, ദജ്ജാലിസത്തിന്റെ, പൈശാചികതയുടെ മുഴുവൻ അധികാര കേന്ദ്രങ്ങളെയും നീ നിലക്ക് നിർത്തി ഖാറൂനിന്റെ, ഹാമാനിന്റെ, ഫിർഔനിന്റെ, നമ്രൂദിനെ നീ നിലക്ക് നിർത്തിയതുപോലെ നിലക്ക് നിർത്തണേ അല്ലാ. ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം അല്ലാ. ഈ ഉമ്മത്തിന്റെ പള്ളികളെ കാക്കണം അല്ലാ, മദ്രസകളെ കാക്കണം റബ്ബേ. പടച്ചവനെ, ഇതുപോലെയുള്ള വഖഫിന്റെ സംവിധാനങ്ങളെ കാക്കണം റബ്ബേ. വിശിഷ്യ ഞങ്ങളുടെ നാട്ടിലെ, രാജ്യത്തിലെ ഈ ഉമ്മത്തിന്റെ മുഴുവൻ സംവിധാനങ്ങളെ നീ ഏറ്റെടുക്കണം റബ്ബേ. അക്രമത്തിന്റെ, അരാജകത്വത്തിന്റെ, ഈ ഉമ്മത്തിന്റെ ഉന്മൂലനത്തിന്റെ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമത്തിന്റെ വക്താക്കളുടെ അധികാര കസേരകളെ നീ മാറ്റണേ അല്ലാ. പടച്ചവനെ, നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. പടച്ചവനെ, ഈ മജ്‌ലിസിലേക്ക് എത്തിച്ചേർന്ന ഓരോ വ്യക്തികൾ, അവരുടെ വേണ്ടപ്പെട്ടവരായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ മരണപ്പെട്ട് നിന്നിലേക്ക് വന്ന പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ നിയത്ത് ചെയ്ത് വന്നവരാണ് റബ്ബേ. ആ ഖബറുകളുടെ ഹാലാത്ത് നിന്റെ അടുക്കലം മാത്രമാണ് അറിയുന്നത് റബ്ബേ. ആ ഖബറുകളെ നീ പ്രകാശം കൊണ്ട് നിറയ്ക്കണേ അല്ലാ. സ്വർഗീയ ആരാമങ്ങളിൽ പെടുത്തണം നാഥാ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ റബ്ബേ. നാളെ പാരത്രിക ലോകത്തെ വിജയികളിൽ പെടുത്തണേ അല്ലാ. പരലോക ജീവിതം ധന്യമായ അനുഗ്രഹീത ജന്നാത്തുൽ ഫിർദൗസിൽ ഈ മുഴുവൻ ബന്ധുമിത്രാദികളെയും കുടുംബാദികളെയും മക്കളെ, മരുമക്കളെ, മാതാപിതാക്കളെ, വേണ്ടപ്പെട്ടവരെല്ലാവരെയും ഞങ്ങളുടെ നേതാവ് നബിയുനാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽഖ് തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അതിനനുയോജ്യമായ ജീവിതം തരണം അല്ലാ. ആഖിർ സമാനിന്റെ സർവമാന ഫിത്നകളെ അതിജയിച്ചുകൊണ്ട് ഇമാമുൽ മഹദിയിലേക്ക് സഞ്ചരിക്കുന്ന യഥാർത്ഥ ഹക്കിന്റെ, ദീനിന്റെ അഹ്ലുകാരിൻ വഴിയിലൂടെ ഞങ്ങളെ നീ നടത്തണേ അല്ലാ. പടച്ചവനെ, ആഖിർ സമാനിന്റെ ദലാലത്തിന്റെ, ഫിത്നയുടെ, ദജ്ജാലിസത്തിന്റെ, പൈശാചികതയുടെ കാര്യങ്ങളെ നീ വ്യക്തമായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം റബ്ബേ. അതിനെത്ര പുലിപ്പും തൊങ്ങലും ഉണ്ടെങ്കിലും സത്യത്തെ സത്യമായി, അസത്യത്തിന് അസത്യമായി കാണിച്ചു തരണമല്ലാ. അവസാന കാലത്ത് ഈമാൻ പരീക്ഷിക്കപ്പെടുന്നവരെ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ, ഞങ്ങളെ മാതാപിതാക്കൾ, കുടുംബാദികളെ പെടുത്തല്ല റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ വീടുകൾ, കുടുംബങ്ങൾ പലതരത്തിലുള്ള വിഷമങ്ങളിലായി കഴിയുന്നവരുണ്ട് റബ്ബേ. സ്വന്തമായി വീടില്ലാതെ, അഡ്രസ് ഇല്ലാതെ വേദനിക്കുന്ന പലരുമുണ്ട് റബ്ബേ. അല്ലാഹുവേ, എത്രയും വേഗം അതിന് പരിഹാരം നൽകണം അല്ലാ. ആ നിയ്യത്തിലായി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത പലരുമുണ്ട് റബ്ബേ. അവർക്ക് സ്വസ്ഥമായി സ്വന്തമായ ഭൂമിയും ഭവനവും താമസവും സൗകര്യങ്ങളും നൽകണമല്ല. സ്വന്തമായ അഡ്രസ് നൽകണം അല്ല. ജീവിത വിഭവങ്ങൾ നൽകണം അല്ല. ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, റഹ്മാനായ അല്ലാ,
എന്തെല്ലാം ഏതെല്ലാം നിയ്യത്തുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ നിമിഷം വരെ ദുആ വസിയത്ത് ചെയ്ത് ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ ഇവിടെ മുഴുവൻ ഹലാലായ മുറാദുകളെ നിറവേറ്റണേ റബ്ബേ. ആഗ്രഹങ്ങളെ സഫലമാക്കണേ അല്ലാ. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണം അല്ലാ. ഈ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാ. പടച്ചവനെ ഈ ചാരിറ്റി വില്ലേജ് എന്ന ഈ സംരംഭത്തിന് ഇതേവരെ എല്ലാ മാസവും നീ കൊടുക്കുന്ന നിഅമത്തിന്റെ ഒരു വിഹിതം മാസവരിയായി നൽകി സഹായിക്കുന്ന ഒരുപാട് സഹായികളുണ്ട് റബ്ബേ. അവർക്ക് എല്ലാ മാസവും ഒരുപാട് നൽകാൻ കഴിയുന്ന രൂപത്തിൽ അവർക്ക് നീ ബറക്കത്തിനെ അധികരിപ്പിച്ചു കൊടുക്കണം റബ്ബേ. വിവിധങ്ങളായ രൂപത്തിലുള്ള സഹായങ്ങൾ നൽകണം അല്ലാ. പടച്ചവനെ അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണങ്ങളിൽ വിവിധ രൂപത്തിൽ നിർമ്മാണ സാമഗ്രികളായി സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചവരെല്ലാം ജാരിയായ സ്വതക്കയുടെ കൂട്ടത്തിൽ ആ സ്വതക്കയെ നീ ഉൾപ്പെടുത്തി സഹായിക്കണേ അല്ലാ. പടച്ചവനെ ഈ നിർമ്മിതികളെല്ലാം നിലനിൽക്കുമ്പോളം കാലം നീ അതിന്റെ പ്രതിഫലം ഇവിടെ നടക്കുന്ന സർവമാന കർമ്മങ്ങളുടെ പ്രതിഫലം അവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവിടെ ജീവിതത്തിന്റെ ഹലാലായ മുറാദുകളിലേക്ക് നീ ബറക്കത്തായി തുറന്നു കൊടുക്കണേ അല്ലാ. اللهم ربنا لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. بحق إلهي لست للفردوس أهلا ولا أقوى على نار الجحيم. فهب لي توبة فاغفر ذنوبي وإنك غافر الذنب العظيم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع